أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും അവന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതക്രമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പരലോക വിജയവും സ്വന്തമാക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് എൻ്റെ സഹോദരന്മാരോട് എന്നോടെന്ന പോലെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരന്മാരെ, പരിശുദ്ധമായ ഹജ്ജ് മാസം കഴിഞ്ഞ് മുഹറത്തിലേക്ക് കടന്നു. മുഹറത്തിൻ്റെതായ പ്രത്യേക ചരിത്ര സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇപ്പോൾ വീണ്ടും നമുക്ക് ഹജ്ജിനെ കുറിച്ചുള്ള ചില ആലോചനകൾ നടത്തേണ്ട ഒരു സന്ദർഭമാണ്. എന്ന് പറഞ്ഞാൽ മഹത്തായ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷ കൊടുക്കേണ്ട സമയമാണ്. ഈ മാസം ജൂലൈ 31 മുമ്പ് തന്നെ അപേക്ഷിക്കേണ്ടവർ അപേക്ഷിക്കാൻ തീരുമാനമെടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് ആ ഹജ്ജ് എത്രത്തോളം പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നതിനെ പറ്റിയുള്ള ഒരു ആലോചനയാണ് നമ്മൾ നടത്തേണ്ടത്. മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിരവധി അർത്ഥതലങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമസ്കാരവും സകാത്തും നോമ്പും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ പലപ്പോഴായി പല രൂപത്തിൽ കടന്നു പോകുന്നു. എന്നാൽ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അല്ലാഹു ഫർളാക്കിയ കാര്യമാണ്. അത് ഫർളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുമുണ്ട്. അതിന് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ആലോചിക്കണം. നമസ്കാരം വളരെ ആത്മീയമായ ആഘോഷത്തോടുകൂടി നമ്മൾ 5 നേരവും പള്ളി കെട്ടി അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി ആളുകൾ കൂട്ടം കൂടി ഉറക്ക ബാങ്ക് വിളിച്ചൊക്കെ ചെയ്യുന്നു. നോമ്പാകുമ്പോൾ നമുക്കെല്ലാ അർത്ഥത്തിലും ആകെ ഒരു ഉണർവാണ്, ഒരു ഉന്മേഷമാണ്, ഒരു ഇളക്കമാണ്. അതേപോലെ അത്രത്തോളം ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും സകാത്ത് അതൊരു ചടങ്ങായിട്ടൊക്കെ പോകുന്നു. അതിനും ഇതേപോലെ ഒരു സംവിധാനമൊന്നും ഇല്ല. നമസ്കാരം നോമ്പും ഒക്കെ ആഘോഷിക്കപ്പെടുന്നത് പോലെ ആത്മീയമായ ഒരു ഹൃദയത്തിലുള്ള ആരവത്തോടുകൂടി നടത്തുന്നത് പോലെ സകാത്ത് ആ അർത്ഥത്തിലൊന്നും നടക്കുന്നില്ല. അതൊരു വലിയ കുറവാണ്. എന്നാൽ ഇതേപോലെ പല സ്ഥലങ്ങളിലും എന്നാൽ ഹജ്ജ് താരതമ്യേന വളരെ
ജനങ്ങളുടെ ഇടയിൽ വലിയ താല്പര്യം ജനിപ്പിക്കുന്ന നിലയിലുള്ള പ്രോഗ്രാമുകളും സ്വീകരണ പരിപാടികളും ഒക്കെ ഉണ്ടാവാറുണ്ട്, ഉത്ബോധനങ്ങളും ഒക്കെ. നമ്മുടെ കുറേയേറെ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള ഒരു താല്പര്യവും ആവേശവും ആ മേഖലയിൽ ഉണ്ടാവുന്നില്ലയോ എന്ന ഒരു സംശയം. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ജീവിതത്തിൽ ഫർളായ ഒരു ഹജ്ജ് നിർവഹിക്കുക, അത് ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുക, അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക, അവിടെയാണ് നമ്മളുള്ളത്. അല്ലാതെ പണമുണ്ട് എന്ന് പറഞ്ഞ് ഫർളായ മറ്റ് സാമൂഹ്യ ബാധ്യതകൾ ഒന്നും നിർവഹിക്കുന്നതിൽ ശ്രദ്ധിക്കാതെ അടുക്കു പിടിച്ച് 5-6 ഹജ്ജും ചെയ്ത് അതിൻ്റെതായ ഗീർവാണങ്ങൾ മുഴക്കി നടക്കുന്നവരെ കുറിച്ചല്ല ഈ പറയും. അല്ലാഹു ഫർളാക്കിയത് ആയുസ്സിലൊരിക്കൽ അതിനുശേഷി ഉണ്ടായിട്ടും നിർവഹിക്കാതെ അലസമായി പോകുന്നവരുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടിയുള്ള ആലോചനകൾ നടത്തേണ്ട സന്ദർഭമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഹജ്ജ് നിർവഹിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നിർബന്ധമാക്കിയ കാര്യമാണ്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അവരിലേക്ക് കഅബയിലേക്ക് ചെന്നെത്താൻ സാധിക്കുന്നവർക്കെല്ലാം നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് പോകാൻ, ഹറമിലേക്ക് പോകാൻ, സൗദി അറേബ്യയിലേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ യാത്രാ ടിക്കറ്റിലുള്ള പൈസ, അതുപോലെ ബാക്കിയുള്ള അത്യാവശ്യം ചെലവുകൾ, അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ പോയി വരാൻ, ഹജ്ജ് നിർവഹിച്ച് വരാനുള്ള അത്യാവശ്യം രോഗമൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അവന് ഫർളാണ്. ഹജ്ജ് ഫർളായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകാൻ പാടില്ല. അല്ലാഹു തആല പറയാണ്, വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ. കഫറ എന്ന പ്രയോഗം കാഫിറാവുക എന്നാണ്, നിഷേധിക്കുക. നിഷേധിയായി തീർന്നല്ലോ ഒരു ഹജ്ജ്, ഇനി അതും കൂടെ ചെയ്തില്ലെങ്കിൽ എന്താ എന്ന അർത്ഥത്തിൽ അതിനെ തള്ളിക്കളഞ്ഞാൽ പടച്ചോൻ ഇവരുടെ ഒന്നും ആവശ്യമില്ല, അള്ളാഹുമായിട്ട് പിണക്കത്തില്ല, ബന്ധം പടച്ചോൻ മുറിച്ചെറിയാണ്, പൊയ്ക്കോ നിന്റെ പാട്ടിന്, പടച്ചോന് നിങ്ങൾ ആവശ്യമില്ല എന്ന. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വന്തം ആളുകളായി അള്ളാഹു പറയുന്നത് പോലെ നമുക്ക് സാമ്പത്തിക ശേഷിയും അത്യാവശ്യം ആരോഗ്യവും ഉണ്ടെങ്കിൽ ഹജ്ജ് നമുക്ക് നിർബന്ധമായി കഴിഞ്ഞു, വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത് വ സൗമി റമളാൻ വ ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്ലാം 5 കാര്യങ്ങൾക്ക് മേൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരു അംഗത്വം അവന് കിട്ടി. അവന് വേറെ ഒന്നും ഇല്ലെങ്കിലും അവൻ ഇനി നരകത്തിൽ പോയാൽ എന്തെങ്കിലും സ്വർഗത്തിൽ കയറാനുള്ള ഒരു സംഗതി അവന്റെ കയ്യിലുണ്ട്. നമസ്കാരം ഇതേപോലെ തന്നെ മിനിമം പ്രാഥമികമായ കർമ്മപരമായ യോഗ്യതയാണ് നമസ്കാരം. സക്കാത്ത് നരകത്തിൽ പോകാതിരിക്കാനുള്ള ഒരു സംഗതിയായിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വർഗം, നരകം, പാപമോചനം, പരിശുദ്ധി, ജീവിത വിശുദ്ധി ഇതൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർമ്മങ്ങളാണെങ്കിൽ ഇവിടെ ഹജ്ജ് എന്ന് പറയുന്നത്, അത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദ്, അല്ലാഹുവിനെ ലക്ഷ്യം വെച്ച്
കഅബത്തുള്ളാഹി ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പോക്കാണ്. അതൊരു കസ്തായി തീരണമെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കയറിക്കൂടണം. പെട്ടെന്നൊന്നും ആർക്കും വരൂല. അപ്പൊ അല്ലാഹുവിനെ സ്വന്തമാക്കാൻ, അവനെ മനസ്സിൽ അവനിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കാൻ, അവനോട് ഇഷ്ടം വയ്ക്കാൻ, കൂടുതൽ അടുക്കാൻ, പ്രണയിക്കാൻ, അവന്റെ സ്വന്തം ആളായി മാറാനുള്ള ഒരു ശ്രമമാണ് ഹജ്ജിലുണ്ടായിത്തീരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുന്നു, അവൻ എനിക്ക് വഴി കാട്ടുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്നെല്ലാം ഹിജ്റ ചെയ്ത്, പലായനം ചെയ്ത് പുറപ്പെട്ട് മക്കയിൽ വന്ന് കഅബ പണിതു. അല്ലാഹു ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് യാത്ര ചെയ്ത് കഅബാലയത്തിന്റെ ചാരത്തെത്തി, കഅബ പണിയിപ്പിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലാഹുവോട് ചോദിച്ചു. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. ആ അമലുകൾ അല്ലാഹു വഴികാട്ടി. സയഹ്ദീൻ, അവൻ പുറകെ എന്നെ വഴികാട്ടും. അല്ലാഹുവിലേക്കുള്ള പോക്കിന്റെ വഴികാട്ടലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ബാഹ്യമായി നോക്കുമ്പോ ആ ഹജ്ജിൽ വേണ്ടത്ര നമുക്കങ്ങോട്ട് പ്രാഥമികമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതിയാവൂല. പക്ഷെ അല്ലാഹുവിനെ സ്നേഹിച്ച് അവന്റെ മാർഗത്തിൽ ജീവിതത്തെ അർപ്പിച്ചവരുടെ വഴി അടയാളങ്ങളാണത്. കഅബ വെറും ഒരു കെട്ടിടമല്ല, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി ചേർന്ന് പണിത തൗഹീദിന്റെ ഈ ഭൂമിയിലെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതുപോലെ സംസമും ഹിജ്ർ ഇസ്മായിലും മഖാമു ഇബ്രാഹിമും സഫാ മർവയും അറഫയും മുസ്ദലിഫയും മിനയും, ഇതെല്ലാം ആ ജീവിതത്തിന്റെ സമർപ്പണത്തെ, അല്ലാഹുവിന് വേണ്ടി എന്റെ സകലതും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുകയല്ല, സമർപ്പിച്ച് കാണിച്ചു കൊടുത്തു അല്ലാഹു. അല്ലാഹുവിന്റെ ദാസൻ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും ഹാജറും ചേർന്നിട്ട് പടച്ചവന്റെ വഴിയിൽ, സ്നേഹത്തിന്റെ വഴിയിൽ സകലതും സമർപ്പിച്ചതിന്റെ വഴിയടയാളങ്ങളാണ് അവിടെ കിടക്കുന്നത്. അവിടേക്ക് നിങ്ങളും പോകണം. പോയി അവിടെ ഒന്ന് തൊട്ടു നോക്കണം, തലോടി നോക്കണം, ഓടി നോക്കണം, നടന്നു നോക്കണം, ബലിയറുത്തു നോക്കണം, കുടിച്ചു നോക്കണം, അനുഭവിച്ചു നോക്കണം. ആ മണ്ണിന്റെ ആ ഒരു മണ്ണോട് കാലുകൾ ചേർത്ത് വെക്കണം. നിങ്ങളൊന്ന് ചുംബിച്ചു നോക്കണം. ഇതെല്ലാം നമ്മുടെ ശരീരവും മനസ്സും അതിനോട് ചേർത്ത് വെച്ച് താദാത്മ്യപ്പെട്ട് നമ്മളും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ, ഹാജറിന്റെ വിധാനത്തിലേക്ക്, ഈമാനികമായ തലത്തിലേക്ക് ഉയരുകയും നമ്മളെ തന്നെ അല്ലാഹുവിന് സമർപ്പിച്ച് വിങ്ങിപ്പൊട്ടുകയും ചെയ്യുന്ന വികാര നിർഭരമായ രംഗങ്ങളാണ് അവിടെയുള്ളത്. സ്നേഹം വന്നാൽ, അല്ലാഹുവിനോട് അലയടങ്ങാത്ത സ്നേഹം വന്നാൽ അവരെ ഹജ്ജ് ചെയ്യണമെന്ന് തോന്നും. ആ ഹജ്ജ് ചെയ്യാൻ തോന്നുമ്പോ അതിന്റെ തടസ്സങ്ങൾ, അതിന്റെ മാർഗ തടസ്സങ്ങളൊന്നും പിന്നെ ഉണ്ടാവൂല. ചില ആളുകളുണ്ട്, സാമ്പത്തിക ശേഷി, ശാരീരികമായ ആരോഗ്യം, ഇതിന്റെ ചില മസാല പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിന് തടഞ്ഞു നിൽക്കും. അവർക്ക് എത്ര തന്നെ മതിയായ ആരോഗ്യമുണ്ടെങ്കിലും, എത്ര തന്നെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങോട്ട് മാറി നിൽക്കും. മക്കളെ കെട്ടിച്ചോട്ടെ, അല്ലെങ്കിൽ വീട് വെച്ചോട്ടെ, ഒരു വാഹനം എടുത്തോട്ടെ, എന്തൊക്കെയോ മുട്ടി ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കും. വേറെ ചില ആളുകളുണ്ട്, അവരുടെ കയ്യിൽ വേണ്ടത്രയൊന്നും ഉണ്ടാവൂല, എന്നാലും ഒന്ന് ശ്രമിച്ചാൽ നടന്നു കിട്ടും എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. അവര് അല്ലാഹുവിലേക്ക് അവരങ്ങ് നിയ്യത്ത് ചെയ്യും, പടച്ചോൻ പിന്നെ എളുപ്പമാക്കി കൊടുക്കും. സഹോദരന്മാരെ, മനിസ്തതാഅ ഇലൈഹി സബീല,
അള്ളാഹുവിലേക്ക്, അവന്റെ മാർഗത്തിലേക്ക് കഴിവുള്ള ആളുകൾ എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫലസ്തീനിലെ ഒരു പോരാളി, ലോക മുസ്ലിങ്ങളുടെ രോമാഞ്ചമായി മാറിയ യഹ്യ സിൻവാർ, അദ്ദേഹം 25 കൊല്ലമാണ് സയനിസ്റ്റുകളുടെ തടവറയിൽ കഴിഞ്ഞത്. അദ്ദേഹത്തിന് തടവറയിൽ നിന്നിറങ്ങി ആ നാടിൽ മസ്ജിദുൽ അഖ്സയെ സംരക്ഷിക്കാൻ, ഫലസ്തീനെയും ഗസയെയും സംരക്ഷിക്കാൻ ആ ജൂത ഭീകരന്മാരോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പോർക്കളത്തിലാണ്. അതിനിടയിലാണ് കൊറോണ വരുന്നത്. കൊറോണയൊക്കെ വന്നു, ജനസമ്പർക്കവും സഞ്ചാരവും ഒക്കെ അങ്ങനെ പഴയ ഗതിയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഹജ്ജ് വരുന്നു. അപ്പോ അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ ആഗ്രഹമായി. അദ്ദേഹവും ഇസ്മായിൽ ഹനിയ, അദ്ദേഹത്തിന്റെ അമീർ, അവരൊക്കെ ചേർന്നിട്ട് 10-40ഓളം പേര് അപേക്ഷ കൊടുത്തു ഹജ്ജിന്. പക്ഷേ സെക്യൂരിറ്റി പ്രശ്നം പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി കളഞ്ഞു. പക്ഷെ അതേ വർഷത്തെ ഹജ്ജിന് അവർ ഏതോ വഴികളിലൂടെ ഹറമിലെത്തി. യഹ്യ സിൻവാറും ഇസ്മായിൽ ഹനിയയും യഹ്യ സിൻവാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഹറമിലെത്തി. ആ നാടിന്റെ അവസ്ഥ എന്താണ്? അവരുടെ വീടിന്റെ അവസ്ഥ എന്താണ്? സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ലോകത്തെ ഏറ്റവും അധികം പട്ടിണി അനുഭവിക്കുന്നവരുടെ നാട്, കുടിവെള്ളക്ഷാമം, വൈദ്യുതി ഇല്ലാത്ത, കുടിവെള്ളമില്ലാത്ത, ആഹാരമില്ലാത്ത, പാർപ്പിടമില്ലാത്ത, അങ്ങേയറ്റം നരകിക്കുന്ന, കഷ്ടപ്പെടുന്നവർ, ആ ഭൂമിയിൽ നിന്ന് പടച്ചവന്റെ പ്രതിനിധിയായി ഫലസ്തീന്റെ അള്ളാഹുവിലേക്കുള്ള മർദ്ദിതരുടെ തേട്ടങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് യഹ്യ സിൻവാറും ഇസ്മായിൽ ഹനിയയും ഹറമിന്റെ മുമ്പിലെത്തി. അവർ തവാഫിനിടയിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്നു, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ യഹ്യ സിൻവാറിന്റെ കണ്ണിൽ നിന്നും ഒരു കണ്ണീർ തുള്ളി ഇറ്റി വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം റബ്ബിനോട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ആവലാദികൾ സമർപ്പിക്കുകയാണ്. സ്വന്തം ഭാര്യയുടെയും മക്കളുടേതുമല്ല, ഈ ഉമ്മത്തിന്റെ. അവസാനം പൊട്ടിക്കരഞ്ഞ് കൊച്ചുകുട്ടിയെ പോലെ നിലവിളിച്ച് തളർന്ന് മുട്ടുകുത്തി നിലത്തിരുന്ന് പ്രാർത്ഥന തുടങ്ങുന്ന സഹോദരന്മാരെ ആലോചിച്ചു നോക്കണം. ആ സഹോദരൻ യാതൊന്നുമില്ലാത്ത ഒരു നാട്ടിൽ നിന്നും അള്ളാഹുവിലേക്ക് തങ്ങളുടെ സങ്കടങ്ങളും ആവലാദികളും ബോധിപ്പിക്കാൻ റബ്ബിനെ സ്നേഹിച്ച് പ്രണയിച്ച് അവന്റെ ചാരത്തെത്തിയതാണ്. അവസാനം അദ്ദേഹം പറയുന്നു, യഹ്യ സിൻവാറിനെ അതിനു മുമ്പും ശേഷവും ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒടുവിൽ അദ്ദേഹം സയനിസ്റ്റ് ഭീകരന്മാരോട്, അവരുടെ യന്ത്രത്തോക്കുകളോട്, കയ്യിലുള്ള ചെറിയ മരക്കഷ്ണം കൊണ്ടുപോലും അവസാന നിമിഷം പോരാടി ഉറക്കെ തക്ബീർ വിളിച്ച് വെടിയേറ്റ് വീഴുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചുളിവോ കണ്ണിലൊരു നനവോ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള യഹ്യ സിൻവാർ പൊട്ടിക്കരയേണ്ടവന്റെ മുമ്പിൽ പോയി പൊട്ടിക്കരയുന്നു. ഞാനിത് പറയുന്നത്, ഒന്ന്, അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക യോഗ്യത എന്ന് പറയുന്നത്? ഇതേപോലെ എത്രയേറെ ആളുകളാണ് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതൊരു ഈമാനിക യോഗ്യതയുടെ ഭാഗമായി പൂർത്തിയാക്കാൻ ഓടിയെത്തുന്നവർ. അങ്ങനെയാണല്ലോ മനുഷ്യൻ. ഒരു കാര്യം നമുക്ക് ആവശ്യമാണ്, അത് സൗകര്യപ്പെട്ടാൽ ചെയ്യാം എന്നതും, ആ കാര്യം എനിക്ക് ചെയ്യണമെന്ന് അതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ടായി ചെയ്യുന്നതും, സൗകര്യത്തിന്റെ നിബന്ധനകൾ പൂർത്തിയാകണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടാവൂല. അവർ വൈകാരിക പ്രശ്നമായത് മാറും. അതേപോലെ അദ്ദേഹം ഹജ്ജ് ചെയ്തു, മടങ്ങിയെത്തി. പോർക്കളത്തിൽ ഇസ്രയേലിന്റെ ടാങ്കുകളോടും യന്ത്രത്തോക്കുകളോടും പടപൊരുതി അവിടെ വീഴുമ്പോ, രക്തസാക്ഷിയായി വീഴുമ്പോ നിങ്ങൾ നോക്കണം, ആ മനുഷ്യൻ അവസാനം അദ്ദേഹത്തിന് ലോകം അദ്ദേഹത്തിലൂടെ നിറക്കണ്ണുകളോടെ നോക്കി നിന്നു. നിറഞ്ഞ ഈമാനോടെ അദ്ദേഹത്തെ നോക്കി. എത്രത്തോളം
കഴിയുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ചത്. എന്താണ് ഒരാളുടെ ഹജ്ജ് കൊണ്ടുണ്ടാകുന്ന കബൂലിയത്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈമാൻ, ആ ഈമാനിന്റെ കബൂലിയത്താണത്. ഇതേപോലെ നമ്മളും മുമ്പ് പറയാറുള്ളത് പോലെ മൂട്ട ഹജ്ജിന് പോകുന്നത് പോലെ എന്ന് പറയുന്ന അവസ്ഥയിൽ ആ ബാധ്യത തീർക്കാൻ പലയിടത്തേക്കും യാത്ര പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് ഹറമിലേക്കും പോകാം, അനുഭവങ്ങൾ ബന്ധുക്കളുമായി കൂട്ടുകാരുമായി പങ്കുവെക്കാം. അല്ലെങ്കിൽ ഞാനും അങ്ങനെ പോയവനാണ് എന്ന ഒരു ഖ്യാതി ഉണ്ടാക്കാം എന്നതിനപ്പുറം ഇത് ഈമാനിന്റെ തേട്ടമായ ഹജ്ജ് നമുക്ക് ബാധ്യതയാണ്. അത് നമ്മൾ ആഗ്രഹിച്ച് കണ്ടെത്തി നിർവഹിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, തവാഫ്, സഅയ്, അതേപോലെ തന്നെ അറഫ, മുസ്ദലിഫ, മിന, ഇവിടെയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ നിയന്ത്രണം വിട്ട് പടച്ചവനിലേക്ക് ലയിക്കുന്ന സന്ദർഭങ്ങളാണ്. നമുക്കും അത് അനുഭവിക്കാൻ സാധിക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹം തവാഫിന് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നു, ഹാഹുനാ തദില്ലു റിഖാബു വതുഫീദുൽ ഉയൂൻ വതഖ്ലഉൽ ഖുലൂബ് ലിമൻ ലാ യറാഹു അഹദൻ വഹുവ യറാക്. ഈ സ്ഥലം എന്ന് പറയുന്നത് വേറെ ഒന്ന് പണവും പത്രാസും കാണിക്കാനുള്ള സ്ഥലമല്ല. വേറെ ഒരു പ്രദർശനവും ഇവിടെ ഇല്ല. ഇവിടെയുള്ള പ്രദർശനം കുറെ തലകുമ്പിട്ട് കിടക്കുന്ന മനുഷ്യരാണ് റബ്ബിന്റെ മുമ്പിൽ. കണ്ണീരിറ്റി വീഴുന്ന, കണ്ണീർ വാർത്ത് കഴിയുന്ന മനുഷ്യരുടെ സ്ഥലമാണിത്. ഹൃദയങ്ങൾ തേങ്ങുന്ന സ്ഥലമാണിത്. ഇതൊന്നും നോക്കുമ്പോൾ അവനെ ആരും കാണുന്നില്ല, പക്ഷെ അവൻ കാണുന്നുണ്ട്. അദൃശ്യമായി നോക്കിയിരിക്കുന്ന പടച്ച തമ്പുരാന്റെ മുമ്പിൽ പിരടികൾ സുജൂദിൽ വീഴുന്ന, കണ്ണുകൾ കണ്ണീർ കണങ്ങളാൽ പൊട്ടി ഒഴുകുന്ന, ഹൃദയങ്ങൾ തേങ്ങുന്ന, മുഖങ്ങൾ ആകപ്പാടെ വിവർണമായി പടച്ചവന്റെ മുമ്പിൽ വിനീതരായി കഴിയുന്ന കുറെ മനുഷ്യരുടെ ഒരു സ്ഥലമാണ് തവാഫിന്റെ ഹറമിന്റെ പ്രദേശം എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ നേർക്കാഴ്ചകൾ. സഹോദരന്മാരെ, റാബിഅത്തുൽ അദവിയ്യ റഹിമഹുല്ലാഹ് മഹദി പറയുന്നത്, യാ റബ്ബ് മാ അബ്ബതുക ഖൗഫൻ മിൻ നാരിക്, പടച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ നിനക്കൊരു ഇബാദത്തും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഇബാദത്തുകളൊന്നും എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടല്ല. വലാ തമഅൻ ഫീ ജന്നതിക്, നിന്റെ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് സ്വന്തമാക്കി തരണമേ എന്ന് പറഞ്ഞിട്ടുമല്ല. നിന്റെ സ്വർഗത്തിന് വേണ്ടിയുമല്ല ഞാൻ അമൽ ചെയ്തിട്ടുള്ളത്. വലാകിൻ അഹ്ബബ്തുക ഹുബ്ബൻ, പക്ഷേ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്, നിന്നെ. ഫഇദാ ലം തുദ്ഖിൽനി അൽ ജന്ന ഫസ്മഹ് ലി അൻ അറാക്, നീ എന്നെ സ്വർഗത്തിൽ കയറ്റിയില്ലെങ്കിലും വേണ്ടില്ല, നിന്റെ ദർശനം എനിക്ക് നീ വിലക്കരുതേ എന്നാണ്. സഹോദരന്മാരെ, പരലോകത്ത് ചെല്ലുമ്പോഴും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് എല്ലാ സ്വർഗീയ സൗഭാഗ്യങ്ങളും കൊടുത്തിട്ട് അല്ലാഹു അവിടെ ആ സത്യവിശ്വാസിക്ക് അതിനേക്കാൾ വലുതായി കൊടുക്കുന്നത്, മുഅ്മിനിന് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ ദർശന സൗഭാഗ്യമാണ്, അല്ലാഹുവിന്റെ പ്രീതിയാണ്. വരിദ്വാനും മിനല്ലാഹി അക്ബർ, പടച്ചവന്റെ ഇഷ്ടം, സ്നേഹം, അടുപ്പം, അവന്റെ സ്നേഹ സാമീപ്യം, അവന്റെ ദർശനം, അതാണ് ഒരു സത്യവിശ്വാസിയുടെ പരമമായ ലക്ഷ്യം. അത് ലക്ഷ്യമാക്കുമ്പോൾ മറ്റെല്ലാം ലഭിക്കുന്നു. ഇതാണ് ഒരു മുഅ്മിനിന് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ, അവനെ സ്നേഹിക്കാൻ, അവൻ വരച്ചു വെച്ച വഴികളിലൂടെ, അവൻ അടയാളപ്പെടുത്തിയ വഴിയടയാളങ്ങളിലൂടെ നമ്മൾ ഹൃദയവും മനസ്സും നമ്മുടെ അവയവങ്ങളും ചേർത്ത് വെച്ച് നടന്നു നീങ്ങാനുള്ള ഒരു സൗഭാഗ്യം ഹജ്ജിലൂടെ നമുക്കുണ്ടാവണം. ആ ഹജ്ജ് ആർത്ഥത്തിൽ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ
5 കാര്യങ്ങൾ നമ്മൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അയ്യുൽ അമലി അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലി വഖ്തിഹ. സമയമായാൽ, നമസ്കാരത്തിന്റെ സമയമായാൽ അതിന്റെ ഏറ്റവും ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കുക എന്നതാണ്. നമസ്കാരം വെച്ച് താമസിപ്പിക്കരുത്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. മറ്റൊന്ന് കടമാണ്. കടം വാങ്ങി തിരികെ നൽകാനുള്ള കഴിവുണ്ടായാൽ, സമയമെത്തിയാൽ അത് തിരികെ കൊടുക്കണം എന്നുള്ളതാണ്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളഅ അൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ് അത് അവന്റെ കടവുമായി ബന്ധിതമാണ്, അതിനെ കുടുക്കി കെട്ടിയിരിക്കുകയാണ്. ഹത്താ യുഖ്ളഅ അൻഹു, അവൻ ആ കടം വീടുന്നത് വരെ. അപ്പോ കടം വീടാൻ സമയമായാൽ പിന്നെ വെച്ച് താമസിപ്പിക്കരുത്. ഏറ്റവും ആദ്യ സമയത്ത് തന്നെ അത് നിർവഹിക്കാൻ, വീടാൻ നമ്മൾ ശ്രമിക്കണം. ആവശ്യങ്ങൾ, കയ്യിൽ പൈസ കിട്ടുമ്പോൾ കടം മറന്നു പോകരുത്. നമ്മുടെ ആവശ്യങ്ങളല്ല മുമ്പിലേക്ക് വരേണ്ടത്. നമ്മൾ മറ്റുള്ളവനോട് വാക്ക് പറഞ്ഞത്, മറ്റുള്ളവന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബാധ്യതപ്പെട്ടത് സമയമായാൽ അത് അപ്പോൾ തന്നെ സമയം വൈകാതെ കൊടുത്തു വിടാൻ ശ്രമിക്കണം. മൂന്നാമത് വിവാഹം. ഇദാ ആതക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ആലോചന വന്നു, മതനിഷ്ഠയും സൽസ്വഭാവവുമുള്ള, ദീനീ നിഷ്ഠയും സൽസ്വഭാവവുമുള്ള നല്ല ഇണ വന്നു ചേർന്നാൽ പിന്നെ അത് വെച്ച് താമസിപ്പിക്കരുത്. ഫസവ്വിജുഹു, നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. വഇല്ലാ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. ഇല്ലെങ്കിൽ അത് ഭൂമിയിൽ കുഴപ്പവും നാശങ്ങളും ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് പ്രായപൂർത്തി എത്തി, അവർക്ക് എന്തെങ്കിലും ചെറിയ വരുമാനം ഉണ്ടായി, അങ്ങനെ വിവാഹാലോചനയിലേക്ക് കടക്കുകയാണ്. കണ്ടെത്തി ദീനുള്ള ആളെ, സ്വഭാവ സവിശേഷതയുള്ള ആളെ കണ്ടെത്തി വെച്ച് താമസിപ്പിക്കരുത്. ജോലി കിട്ടട്ടെ എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. ഇതൊക്കെ സമൂഹത്തിൽ വലിയ നാശങ്ങളും പ്രത്യാഘാതങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വിവാഹപ്രായം എത്തിയാൽ വിവാഹം കഴിപ്പിക്കണം. അതിന് സൗകര്യമൊത്താൽ വിവാഹം കഴിപ്പിക്കാൻ ധൃതിയാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ അബദ്ധ സഞ്ചാരങ്ങൾ ഉണ്ടാകും, വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ കാലത്ത് ഒരുപാട് ലൈംഗിക അരാജകത്വങ്ങളും സ്വതന്ത്ര ലൈംഗികതകളും നിയന്ത്രണമില്ലാതെ, പിടിച്ചുകെട്ടാൻ ആളില്ലാതെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥിയായി, ഒരു വിദ്യാർത്ഥിനിയായി, ഒരു തൊഴിലാളിയായി നമ്മുടെ മക്കൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് മനപ്രയാസങ്ങളും പ്രതിസന്ധികളും മനസ്സംഘർഷങ്ങളും അവർ അഭിമുഖീകരിക്കും. അതുകൊണ്ട് മക്കളും ചിന്തിക്കണം, മാതാപിതാക്കളും ചിന്തിക്കണം. പ്രായമെത്തിയാൽ വിവാഹം പിന്തിപ്പിക്കരുത്, പരമാവധി നേരത്തെ. ചില ആളുകളുണ്ട്, നിക്കാഹ് നടത്തിയിട്ട് പറഞ്ഞുവിടും, കല്യാണം എന്ന് പറഞ്ഞ് അവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്നത് പിന്നെയും വൈകിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അവരിങ്ങനെ പിന്നെയും ഇവരെ ഒത്തുകൂടണമെങ്കിൽ പിന്നെയും കാലങ്ങൾ കാത്തിരിക്കണം. എന്തിന്? അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലല്ലോ. നിക്കാഹ് പ്രായമായി കഴിഞ്ഞാൽ വിവാഹാലോചന നടത്തി, നിക്കാഹ് നടത്താൻ തീരുമാനിച്ചാൽ നിക്കാഹ് നടത്തണം. നിക്കാഹ് നടത്തി അവരെ ഒരുമിപ്പിച്ചു വിടണം. അതിനെന്താണോ വേണ്ടത് അതിനെല്ലോ വമ്പിച്ച ഒരുക്കങ്ങളും നടത്തി, നാട്ടിലുള്ള മഹാപഞ്ചായത്ത് ചേർന്ന് നാട്ടിലുള്ള ഒരു മാമാങ്കം നടത്തി, എന്റെ മോളെ കല്യാണം, മോന്റെ കല്യാണം കേമായിരുന്നു എന്ന് വരുത്തി തീർത്ത് പിശാചിനെ സന്തോഷിപ്പിക്കാൻ നിൽക്കരുത്. മറിച്ച് ലളിതമാക്കുക, അതിനെ മാന്യമാക്കുക. നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് നമ്മൾ നോക്കേണ്ടത്, നാട്ടുകാരുടെ കീർത്തിയല്ല എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് വിവാഹം വൈകിപ്പിക്കരുത്, അതിൽ ബറക്കത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് ഹജ്ജാണ്. ഹജ്ജ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മലക സാദൻ വറാഹിലതൻ. ഒരാൾക്ക് യാത്രയ്ക്കുള്ള സൗകര്യവും വാഹന സൗകര്യവും അതിനുള്ള ആരോഗ്യവും ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാ, അല്ലാഹുവിന്റെ കഅബയിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾ അയാൾക്കുണ്ടെങ്കിൽ വലം
യുഹജ്ജ എന്നിട്ട് വലം യഹുജ്ജ അവൻ ഹജ്ജ് ചെയ്തതുമില്ല ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ അവന് കഅബയിലേക്ക് പോയി ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യവും അതിനുള്ള സൗകര്യവും ഒക്കെ ഉണ്ടായിട്ടും അവൻ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകാനാണ് പോകുന്നതെങ്കിൽ, അവൻ ഹജ്ജ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിച്ചു പോകട്ടെ എന്ന്. വദാലിക ഇന്നല്ലാഹ യഖൂൽ ഇത് പറയാനുള്ള കാരണം അല്ലാഹു തആല പറഞ്ഞതാണ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മുഅ്മിനീങ്ങൾക്ക് ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ പേരിൽ ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജൂതനും ക്രിസ്ത്യാനിയായി മരിക്കാൻ വേണ്ടി നിൽക്കരുത്. പരമാവധി നേരത്തെ ഹജ്ജ് ചെയ്യാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം നടത്തണം എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെല്ലാവരും അത്തരത്തിൽ ഒരുങ്ങണം. ഹജ്ജിന് വേണ്ടിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമസ്കരിക്കുന്നത് പോലെ, സക്കാത്ത് കൊടുക്കുന്നത് പോലെ, നോമ്പ് നോക്കുന്നത് പോലെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാനും ചെയ്തിട്ടില്ല. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാ. ഹജ്ജിന്റെ അമലുകൾ 4-5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണെങ്കിലും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അത് അറിയപ്പെട്ട മാസങ്ങൾ ഹജ്ജിന്റേതാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വേണം. സാമ്പത്തികമായ ഒരുക്കങ്ങൾ, മാനസികമായ ഒരുക്കങ്ങൾ ഒക്കെ തന്നെ അതിന് വേണം. ആ അർത്ഥത്തിൽ നമ്മൾ കാലയെ കൂട്ടി ഒരുങ്ങണം, അതിനുവേണ്ടി ശ്രമിക്കണം. മനസ്സിൽ അത് വീട്ടിൽ പോയി ഭാര്യ മക്കളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യണം. എന്നിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അല്ലാഹു നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ ശരിയായ ഹജ്ജ് നിർവഹിച്ച് ഏറ്റവും മാതൃകായോഗ്യനായ മുഅ്മിനായി തിരിച്ചു വന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ പോലെ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് മരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും ഹജ്ജുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് മഹലിൽ നിന്ന് പലരും പോയി അല്ലാഹുവിന്റെ എല്ലാം ഹജ്ജുകൾ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ രോഗികളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫ തരുമാറാകട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സേവനങ്ങൾ ചെയ്യുന്നവർ, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നവരുടെ സദഖകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു.